ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. അരുൺ ബോട്ട് 50 കിലോ റൈസ്. ഓക്കെ, നമുക്ക് വെള്ള കളർ എടുക്കാം. Arun bought 50 kg rice at a discount of 15% on the market price. For purchasing bulk quantity, he was given 5 kg of wheat, the market price of which is 60% of the market price of rice free of cost. 5 kilo free ആയിട്ട് കിട്ടി. Had the retailer sold both items at their market price to the other customer, then approximately what would be the profit percentage that the shopkeeper could earn? വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ഞാൻ പറയുകയാണ് 50 കിലോ അരിക്ക് 100 രൂപയാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് വിചാരിച്ചു. അയാൾക്ക് എത്ര രൂപ കിട്ടി? 100ൻ്റെ സാധനം 15% ഡിസ്കൗണ്ടിൽ 85 രൂപയ്ക്ക് വാങ്ങി. അല്ല, 50 കിലോ അരി 85 രൂപയ്ക്ക് എന്ത് ചെയ്തു? അയാൾ വാങ്ങി. അപ്പോൾ ഫോർ പർച്ചേസിങ് ബൾക്ക് ക്വാണ്ടിറ്റി അയാൾക്ക് 5 കിലോ എന്ത് കിട്ടി? ഗോതമ്പും കിട്ടി 5 കിലോ. ടോട്ടൽ 50 കിലോ അരിയും 5 കിലോ ഗോതമ്പും കിട്ടി. അതിനകത്ത് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് 60% മാർക്കറ്റ് പ്രൈസ് ഓഫ് റൈസാണ്. അപ്പം 100 മാർക്കറ്റ് പ്രൈസ് ഓഫ് റൈസ് എങ്കിൽ അതിൻ്റെ 60%, അതായത് 60 രൂപയാണ് 1 കിലോ ഗോതമ്പിൻ്റെ വില എന്ന് പറയുന്നത്. അയാൾ എന്ത് ചെയ്തു? ഹാഡ് ദ റീറ്റെയിലർ സോൾഡ് ബോത്ത് ഐറ്റംസ് അറ്റ് ദെയർ മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ അതായത് അരി 50 ഗുണം 100, അത് 5000 രൂപയ്ക്കും നമ്മുടെ ഗോതമ്പ് 5 ഗുണം 60 300 രൂപയ്ക്കും വിറ്റു. അതായത് 5300 രൂപയ്ക്ക് അയാൾ കച്ചവടം നടത്തി. അയാൾക്ക് എത്ര രൂപ ചിലവായോളായിരുന്നു? അയാളുടെ കയ്യിൽ നിന്ന് എത്രയേ പോയുള്ളൂ? 50 കിലോ 85 രൂപയ്ക്ക്. 50 ഗുണം 85 എന്ന് പറയുമ്പോൾ 425 ഒരു പൂച്ചു 4250 രൂപയായിരുന്നു അയാളുടെ കയ്യിൽ നിന്ന് പോയത്. അയാൾ കച്ചവടം നടത്തിയത് 5300 രൂപയ്ക്കാണ്. അപ്പോൾ 4250ൻ്റെ സാധനം 5300 വിറ്റു. എത്രയാണ് ലാഭം? 0 ഒന്നും നോക്കണ്ട. അല്ലെങ്കിൽ 425ൻ്റെ സാധനം 500 രൂപ വിറ്റു. ഞാൻ പറഞ്ഞു റേഷ്യോ മതി. കോസ്റ്റ് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. അപ്പോൾ 425ൻ്റെ സാധനം 500 രൂപ വിറ്റു. എത്രയാണ് അയാൾക്ക് ലാഭം വന്നത്? 105 രൂപയുടെ ലാഭം വന്നു. എത്രയല്ലേ? 425 വേണമെങ്കിൽ ഇതിനെ ചെറുതാക്കാം. 5 വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ 21 ആണ്. 21 ബൈ എത്രയാണ് ഇത്? 21 ബൈ 85. 21 ബൈ 85. 21 ബൈ 85 എന്ന് പറയുമ്പോൾ 21 ബൈ 84 ആയിരുന്നെങ്കിൽ 1/4 വന്നേനെ. 1/4 25% വന്നേനെ. അപ്പോൾ ഇതിനേക്കാളും 84 ആയിരുന്നെങ്കിൽ 25% വന്നേനെ. ഇപ്പോൾ ഡിനോമിനേറ്റർ കൂടുന്നതുകൊണ്ട് വാല്യൂ എന്ത് വരും? ഏകദേശം 25% കുറവ്, ജസ്റ്റ് കുറവ്. ഞങ്ങൾ ഓപ്ഷൻ ചെയ്തിട്ടുണ്ട് 25% ജസ്റ്റ് കുറവുള്ള ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ എ ആൻസർ കൊടുക്കാം. അപ്പോൾ സിമ്പിളായിട്ടൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്തു. എന്നിട്ട് അയാളുടെ കയ്യിൽ നിന്ന് എത്ര ചിലവായി, അയാൾക്ക് എത്ര കിട്ടി, അപ്പോൾ അതിൻ്റെ ഡിഫറൻസ്. കയ്യിൽ നിന്ന് ചിലവാകുന്നതാണ് കോസ്റ്റ് പ്രൈസ്, കിട്ടുന്നതാണ് സെല്ലിംഗ് പ്രൈസ്. അതിൻ്റെ റേഷ്യോ എടുത്താലും മതി. നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ 5 വെച്ച് ഫുള്ള് വെട്ടി കഴിഞ്ഞിട്ട് ചെയ്താലും മതി കേട്ടോ. സിമ്പിളാണ്.